ഹായ് ഹലോ. അങ്ങനെ ഞങ്ങൾ നീലേശ്വരത്ത് ഒരു കല്യാണത്തിന് പോയ കഥയാണ് പറയുന്നത്. നമ്മൾ ഒരു 15 പേര്, നമ്മളെ ഫാമിലിയിലുള്ള ഒരു 15 പേര് ഒരുമിച്ചിട്ടാണ് ഈ കല്യാണത്തിന് പോയേക്കുന്നത്. നമ്മൾ കോഴിക്കോട് നിന്ന് ട്രെയിനിനാണ് പോയത്. അങ്ങനെ നീലേശ്വരത്തേക്ക് ട്രെയിനിന് ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നമ്മളൊരു സീറ്റിൽ ഒരു 6 പേര് 7 പേര് ഒരുമിച്ചിരുന്ന് അവിടെ എത്തുന്നവരെ കഥ പറഞ്ഞിട്ടാണ് പോയത്. നമ്മളെ കഥ പറച്ചിൽ അവിടെ എത്തിയിട്ടും തീർന്നിട്ടില്ല. നമ്മളങ്ങനെ നീലേശ്വരത്ത് എത്തി. ഉച്ചയ്ക്ക് ഒരു 11:30 ആകുമ്പോൾ നമ്മൾ നീലേശ്വരത്ത് എത്തി. എന്നിട്ട് എന്താ കാര്യം, അവരുടെ മുകളിലത്തെ റൂം അവിടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ഇരുന്നിട്ടും പിന്നെയും കഥ പറയൽ തന്നെ. എല്ലാവരും കഥ പറഞ്ഞ് ഇരുന്ന് കിടത്തുമായി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അവിടെ കല്യാണത്തിന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ പോയത്. വലിയ തിരക്കൊന്നുമില്ല കല്യാണത്തിന്. എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലാണ് കല്യാണത്തിൻ്റെ തലേ ദിവസം വലിയ പരിപാടികളൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ അവിടെ അടുത്തുള്ള ആൾക്കാരും അവരുടെ അടുത്ത റിലേറ്റീവ്സും മാത്രമായിട്ട്. അതുപോലെ നമ്മൾ പോയ അത്ര തന്നെ ആൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞ്, പിന്നെ കല്യാണ വീടിനോട് ചേർന്നിട്ട് അവരുടെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്, അവിടെയൊക്കെ കയറി ഇറങ്ങി. പിന്നെ കുറച്ച് നേരം നമ്മളെ പാട്ടും കളികളും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നു. പിന്നെന്താ, കുറച്ച് സമയം ഉണ്ടായിരുന്നു. ട്രെയിന് നമുക്ക് 6 മണിക്കാണ് ട്രെയിന്. അതുവരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അതും നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അതുകൊണ്ട് ടൈം ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ഇതാ ഈ ഒരു റെയിലിൻ്റെ ഇത് കടന്നിട്ട് നമ്മൾ അങ്ങനെ കയറിയതാണ്. ഇല്ലെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ കയറി ഒരുപാട് സമയമാവും. പിന്നെ ട്രെയിനിൽ ഓൾറെഡി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നെയും ട്രെയിനിൽ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ നൈറ്റ്